ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ഒരുപാട് പ്രതീക്ഷകളിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ആമിമോളുടെ ഒരു ഫാഷൻ ഷോൻ്റെ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ സക്സസ്ഫുള്ളി അതെനിക്ക് നിങ്ങൾക്കത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഞാനിതിവിടെ പോസ്റ്റ് ചെയ്യാണ്. കാരണം എൻ്റെ മോൾ ആദ്യമായിട്ടൊരു ഫാഷൻ ഷോക്ക് നിന്നതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ആനുവൽ ഡേ ഒക്കെ ആയിട്ട് അവർ നാട്ടിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായി. അപ്പോൾ അതിലെ ഒരു ഐറ്റം ആയിരുന്നു ഫാഷൻ ഷോ. അതിലേറ്റവും കൊച്ചുകുട്ടി, അതായത് അംഗനവാടി കുട്ടികൾ ഉണ്ടായി, പക്ഷെ കാണാൻ അതിലേറ്റവും കൊച്ചുകുട്ടിയായിരുന്നു ആമി കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടായി. ഒരു അമ്മ എന്നുള്ള രീതിയിൽ അത് ഞാൻ പ്രൗഡാണ് കേട്ടോ. കുഞ്ഞായിരിക്കെ തന്നെ അവൾ നന്നായിട്ട് തന്നെ അത് ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായി. ഇതൊക്കെ പ്രാക്ടീസ് സെഷനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. പക്ഷേ പ്രാക്ടീസ് സെഷനിൽ അവൾ ചെയ്ത അത്രയും കാര്യം അവൾ ഓൺ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ടായില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ടൈം ലൈറ്റും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. അപ്പം മേ ബി ലൈറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ കാരണമായിരിക്കാം, ലൈറ്റ്, സ്മോക്ക്. പിന്നെ ആദ്യം തന്നെ ആമിമോള് വിടുമ്പം തന്നെ നമ്മൾ ഫ്രണ്ടിൽ കൂടെ കടന്നപ്പം നമ്മൾ സൈഡിൽ കുറേ ആൾക്കാർ മോളെ അതിൽ കൂടെയല്ല ബാക്കിലോട്ട് പോകുന്നു പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുട്ടിക്കാകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു മട്ടിലായി പോയിട്ടോ. അപ്പം ഞാൻ അവളെ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ ഞാൻ ഒരുപാട് പ്രതീക്ഷയിലെടുത്ത വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു തരാമല്ലോ ഇതൊക്കെ. പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റായി പോയി കഴിഞ്ഞാലും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത് എപ്പോഴും ഉണ്ടാവും. എനിക്ക് എൻ്റെ കുഞ്ഞ് വളർന്നു വലുതായാലും മോളെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ അവൾക്കും അത് പ്രഷ്യസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോസാണ്. അതുകൊണ്ടാണ് ഞാനതൊരു ഫ്ലോപ്പാണ് എന്നാണെങ്കിൽ പോലും ഞാനത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ കുട്ടികൾക്കിട്ടേണ്ട കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി. ഈ മത്സരമൊന്നുമല്ല കേട്ടോ, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ കുഞ്ഞു മക്കളെയൊക്കെ വെച്ചിട്ട് നടത്തുന്നതായിരുന്നു. അപ്പോൾ ആമി മോൾക്ക് പറഞ്ഞിട്ടുണ്ടായത് ഷോർട്ട്സും ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ട് പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആമി മോൾക്ക് ഞാൻ തന്നെ നമ്മുടെ ഇവിടുത്തെ കണ്ണൂർ പരാഗിൽ പോയിട്ട് ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്തു. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചീനോട് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ഷോർട്ട്സും പിന്നെ അതിൻ്റെ ഇന്നറായിട്ട് നല്ല ഗ്ലിറ്ററി ടൈപ്പ് ബ്ലാക്ക് കളറ് നെറ്റിൻ്റെ മെറ്റീരിയലും പിന്നെ ഒരു ഓവർ കോട്ടായിട്ട് ഒരു പുലിയുടെ പ്രിൻ്റ് വരുന്നതൊക്കെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അത് സന്ദേശി നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി പെർഫെക്ഷനിൽ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ആമിമോള് ഇവിടെ സ്റ്റേജിലെത്തി. അപ്പോഴാണ് എല്ലാവരും അതിൽ കൂടെ അല്ല മോളെ ബാക്കിൽ കൂടെ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി അവിടെ സ്റ്റക്കായിപ്പോയി കേട്ടോ. കുഞ്ഞിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെയാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അവളാകെ എന്താ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നുകൊണ്ട് തന്നെ അവൾ പ്രാക്ടീസിനൊക്കെ നന്നായിട്ട് ചെയ്തതുകൊണ്ടും അവൾ ചെയ്യുന്നുള്ള പ്രതീക്ഷയുള്ളതുകൊണ്ട് അവൾ ചെയ്യാതെ വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമമായിട്ട് എനിക്ക് നല്ല സങ്കടമായി. ഞാൻ അവളെ കാം ഡൗൺ ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്, മോള് കയറാൻ നോക്കുക. അപ്പോൾ അവൾ ഇല്ലമ്മ എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. ആ സൈഡിൽ നിന്ന് നിങ്ങൾ കാണുന്നത് അവൾ എന്നെ പിടിച്ച് കരയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു കേട്ടോ. ദേഷ്യത്തിൽ കൂടുതൽ എനിക്ക് സങ്കടമായിരുന്നു കേട്ടോ വന്നത്. കാരണം ഞാൻ വിളിച്ചെടുത്തിട്ട് അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായി മോളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള സങ്കടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ അവൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ കൊച്ചുകുട്ടിയാണ്. പക്ഷേ ആ സമയത്ത് അവൾ കൊച്ചുകുട്ടിയാണെന്നുള്ള ചിന്തിക്കേണ്ട ആ ഒരു മൈൻഡ് പോലും എനിക്ക് ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു സത്യം കേട്ടോ. വീട്ടിലൊക്കെ വന്ന് ഏട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞപ്പോഴാണ് ശരിയാണെന്നുള്ള കാര്യം എനിക്ക് ശരിയാണ്. അവൾ കുട്ടി തന്നെയാണ്. പക്ഷെ അവളുടെ ആ ഒരു പ്രാക്ടീസ് സെഷനിലുള്ള ആ ഒരു ഇത് കണ്ടിട്ട് ഞാനത് എക്സ്പെക്റ്റ് ചെയ്തു പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു തെറ്റ്. കുട്ടികളാണ് എന്ത് സംഭവിക്കാന്നുള്ള രീതിയിലല്ലായിരുന്നു എൻ്റെ മൈൻഡ് ഉണ്ടായത്. ഞാൻ സോറി ആമിച്ചു. അമ്മ മോളെ എന്തൊക്കെയോ പറഞ്ഞു, അമ്മ അടിച്ചു, ഞാൻ അടിക്കുകയൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ ഭയങ്കര കുറ്റബോധമുണ്ട് എനിക്കതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിത് ഭയങ്കര പ്രഷ്യസ് മൊമെൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇപ്പം ഷെയർ ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അഥവാ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇത് കുഴപ്പമില്ലെങ്കിലും, അതായത് ആമി മോള് നടന്നില്ലെങ്കിലും ഇതിവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ.
പിന്നെ എനിക്കറിയാം നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് പേരെങ്കിലും ആമി മോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. മോളെ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കാണാനും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മോളുടെ കോസ്റ്റ്യൂംസൊക്കെ. ഞാൻ ഫോട്ടോസോടെ ഒന്ന് കാണിക്കാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.